Hi dears, welcome back to Variety Recipes. ഇന്ന് ക്രിസ്മസിനും അതുപോലെ സൺഡേസിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സ്റ്റൂവാണിത്. നമ്മൾ സാധാരണ ബീഫും മട്ടണൊക്കെ വെച്ചാണ് സ്റ്റൂ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സ്റ്റൂവാണിത്. എല്ലാവർക്കും കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ ഗീയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് മുഴുവൻ ഗരം മസാല ചേർക്കുക. പട്ട, കറയാമ്പ്, ഏലക്കായ, പിന്നെ കുരുമുളക്, മുഴുവൻ കുരുമുളക്, വലിയ ജീരകം, ഇതെല്ലാം കുറേശ്ശെ ചേർക്കുക. എണ്ണയിലേക്ക് ചേർത്ത് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2 വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 10-12 ചെറുള്ളി എടുക്കണം. എന്നിട്ട് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായി മുരിഞ്ഞ് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് പൊട്ടിക്കുക. അതിനുശേഷം 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തത് ചേർക്കുക. 2 ചെറിയ പച്ചമുളക് ചേർക്കുക. ചെറുതാണെങ്കിൽ 2 ചേർക്കണം, വലുതാണെങ്കിൽ കട്ട് ചെയ്ത് 1 ചേർത്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ നന്നായി സോഫ്റ്റായി വഴന്ന് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 2.5 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുക. 2-ാം പാല്, തേങ്ങയുടെ 2-ാം പാലാണ്. ഞാനിതിപ്പോൾ ഒരു തേങ്ങയുടെ 2-ാം പാലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് കട്ടിയിലുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ചെറുതായി കട്ട് ചെയ്ത 2 മീഡിയം ഉരുളക്കിഴങ്ങാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം 2 മീഡിയം ക്യാരറ്റ് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കുക. നിങ്ങൾക്ക് സ്ക്വയറായിട്ടും എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ. ക്യാരറ്റും പൊട്ടറ്റോയും ചേർത്തതിന് ശേഷം തിളച്ച് തുടങ്ങുമ്പോൾ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. അതിനുശേഷം തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ചിക്കൻ പീസസ് ഇതിനൊപ്പം ചേർത്താൽ വേഗം വെന്ത് ഉടഞ്ഞു പോവും. അതുകൊണ്ടാണ് ഇപ്പോൾ ചേർക്കുന്നത്. ചിക്കൻ പീസസ് ഞാനൊരു 750 ഗ്രാം ആണ് എടുത്തിരിക്കുന്നത്. ചെറുതായി കട്ട് ചെയ്ത എല്ലോട് കൂടിയ കഷ്ണമാണ് ഇതിന് വേണ്ടത്. സ്റ്റൂവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ എല്ലോട് കൂടിയ ചിക്കനാണ് ചേർക്കേണ്ടത്. ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സ്റ്റൂവിന് വേണ്ട ഉപ്പാണ് കേട്ടോ ഇപ്പോൾ ചേർത്തത്. നിങ്ങൾ ചേർക്കുമ്പോഴേക്കും നോക്കിയിട്ട് ചേർക്കുക. അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നീട് നമുക്ക് പോരാത്തത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ചിക്കൻ അധികം വേവില്ല, 15 മിനിറ്റ് കൊണ്ട് തന്നെ വേകും. അപ്പോൾ ക്യാരറ്റിനും ഉരുളക്കിഴങ്ങിനും കുറച്ച് കൂടുതൽ വേവാണ് ഉള്ളത്. അതുകൊണ്ടാണ് അത് ആദ്യമേ ഒരു 5 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തത്. ഇനി ഇതിലേക്ക് ഒരു 10 കശുവണ്ടി കുതിർത്തി അരച്ച പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ പേസ്റ്റ് ഇതിൽ ചേർത്താൽ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കാവും, പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിൽ മാത്രമല്ല, നമുക്ക് ഏത് സ്റ്റൂവിനും നമുക്ക് കാഷ്യൂ പേസ്റ്റ് ചേർക്കാവുന്നതാണ്. കാഷ്യൂ പേസ്റ്റ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവിയൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 കപ്പ് 1-ാം പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം വലിപ്പമുള്ള തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമാണ് ഞാൻ ഈ സ്റ്റൂവിലേക്ക് ചേർത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. 1-ാം പാല് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതൊരു മാജിക്കാണ് കേട്ടോ. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്താൽ വളരെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ സ്റ്റൂവിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോറിയാണ്ടർ ലീവ്സ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം.
പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കൊറിയാൻഡർ ലീവ്സ് കട്ട് ചെയ്ത് ചേർക്കുന്നത്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ സ്റ്റൂ ആണിത്. ഇതിൻ്റെ ഗ്രേവിക്ക് വളരെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂസും റൈസിൻസും ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ, അതാണ് കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഗാർണിഷ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഈ ചിക്കൻ സ്റ്റൂ ട്രൈ ചെയ്ത് നോക്കണം. വീക്കെൻഡുകളിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്റ്റൂ ആണിത്. നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ സമയമെടുക്കും. നമ്മൾ കുക്കറിലൊക്കെ അത് വേവിച്ചൊക്കെ എടുത്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട്. ഇത് നമുക്ക് ഒരൊറ്റ പാനിൽ തന്നെ നമുക്ക് ഈ സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കൂടുതൽ പാത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല. ഇതിനു മുൻപ് ഷെയർ ചെയ്ത ഫിഷ് മോളി നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതും നമുക്ക് അപ്പത്തിൻ്റെയും ബ്രെഡിൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. നമുക്ക് ക്രിസ്മസിന് ട്രൈ ചെയ്യാൻ പറ്റിയതുമാണ്. ഈ ചിക്കൻ സ്റ്റൂ അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇതിന് വേണ്ടത്. എന്നാലേ നമുക്ക് ഈ ചിക്കൻ സ്റ്റൂ നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുള്ളൂ. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ സ്റ്റൂ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കേണ്ടത്. അല്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ ചിക്കൻ സ്റ്റൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തടുത്ത വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ സ്റ്റൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.